എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംഘർഷമൊന്നുമില്ലാതെ കണ്ണൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ചട്ടമ്പിസ്വാമി ദിനാചരണങ്ങൾ. CPIM നാം ഒന്ന് യാത്രയും ബാലഗോകുലം ശോഭായാത്രയും നടത്തി. തെരുവിനെ ഗോകുലമാക്കി മറ്റ് ജില്ലകളിലും ശോഭായാത്രകൾ. സംഘർഷം പടരുന്നതിനിടെ രാജ്നാഥ് സിംഗ് കശ്മീരിൽ. സമാധാനകാംക്ഷികളുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് രാജ്നാഥ് സിംഗ്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച തുടരുന്നു. പുൽവാമയിൽ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മരിച്ചവരുടെ എണ്ണം 68ആയി. വാണിജ്യാടിസ്ഥാനത്തിലുള്ള വാടക ഗർഭധാരണം കേന്ദ്രം നിരോധിച്ചു. കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് ഉപാധികളുടെ അനുമതി. തന്ത്രപ്രധാന അന്തർവാഹിനിയുടെ വിവരങ്ങൾ ചോർന്നതിൽ അന്വേഷണത്തിന് ഉത്തരവ്. ഗാന്ധി വധത്തിലെ RSS വിരുദ്ധ പ്രസ്താവന മയപ്പെടുത്തി രാഹുൽ ഗാന്ധി. ലയനവിരുദ്ധനായ SBT ചീഫ് ജനറൽ മാനേജർ ആദി കേശവനെ സ്ഥലം മാറ്റിയതിൽ വ്യാപക പ്രതിഷേധം. പകപോക്കൽ എന്ന് ജീവനക്കാർ. ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് പിണറായിയുടെ കത്ത്. സ്വാഭാവിക നടപടിയെന്ന് SBT. അത്ലറ്റിക് ഫെഡറേഷനെതിരായ പരാതി മാറ്റിപ്പറഞ്ഞ് OP ജയ്ഷ. ഒളിമ്പിക്സ് മത്സരത്തിനിടെ വെള്ളം കിട്ടാത്തതിന് കാരണം പരിശീലകൻ. വെങ്കല മെഡൽ ജേതാവ് സാക്ഷി മാലിക്കിന് ഹരിയാനയിൽ ഉജ്ജ്വല സ്വീകരണം. സംഘർഷമൊന്നുമില്ലാതെ കണ്ണൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം സമാപിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല എന്ന വിളംബരത്തിന്റെ ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായി CPIM നേതൃത്വത്തിൽ നാം ഒന്ന് ഘോഷയാത്രകൾ നടന്നു. RSS ആഭിമുഖ്യത്തിൽ ശോഭായാത്രകളും സമാധാനപരമായി പര്യവസാനിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് സന്നാഹത്തിലായിരുന്നു കണ്ണൂരിലെ ആഘോഷ പരിപാടികൾ. യദു നാരായണൻ വിവരങ്ങളുമായി. യദു, CPIM-ഉം സംഘപരിവാർ സംഘടനകളും മത്സരിച്ച് ഇന്നത്തെ ദിവസം ഘോഷയാത്രകൾ നടത്തിയതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ സംവിധാനം ഒരുക്കിയിരുന്നു. കണ്ണൂരിൽ സംഘർഷം ഉണ്ടായേക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലായിടങ്ങളിലെയും പരിപാടികൾ സമാധാനപരമായി അവസാനിച്ചോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, CPIM-ന്റെ നേതൃത്വത്തിൽ 309 ഇടങ്ങളിലും ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംഘപരിവാർ സംഘടനകൾ 350-ലേറെ ഇടങ്ങളിലും നടത്തിയ ഘോഷയാത്രകൾ ഇപ്പോൾ സമാപിച്ചിരിക്കുന്നു. എല്ലായിടത്തും സമാധാനപരമായി തന്നെയാണ് ഘോഷയാത്രകൾ പര്യവസാനിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് CPIM നടത്തിയ ഘോഷയാത്രയിൽ ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇത്തവണ തീർത്തും വിവാദരഹിതമായി തന്നെയാണ് CPIM-ന്റെ ഘോഷയാത്രകൾ സമാപിച്ചത്. മാത്രവുമല്ല, നവോത്ഥാന നായകരുടെ ചിത്രങ്ങൾ അണിനിരത്തിയും അവരുടെ വചനങ്ങൾ പ്രചരിപ്പിച്ചും അത്തരത്തിൽ തീർത്തും മതനിരപേക്ഷവും വർഗീയ വിരുദ്ധവുമായ ഒരു ക്യാമ്പയിനായിരുന്നു യാതൊരു വിവാദങ്ങളുമില്ലാതെ CPIM ഘോഷയാത്ര നയിച്ചത്. മാത്രവുമല്ല, ഇത് പൂർണ്ണ വിജയവുമായിരുന്നുവെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറയുകയും ചെയ്തിരിക്കുന്നു. അതായത് പരമ്പരാഗതമായി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സംഘപരിവാർ സംഘടനകൾ നടത്തി വന്നിരുന്ന ഘോഷയാത്രകൾക്ക് ബദലായി CPIM നടത്തിയ ഈ പരിപാടി, അതായത് ചട്ടമ്പി സ്വാമി ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഈ ഘോഷയാത്ര പൂർണ്ണ വിജയമായിരുന്നുവെന്ന് CPIM വിലയിരുത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ഒരു ഘോഷയാത്ര ഓണാഘോഷ സമാപനത്തിന്റെ ഭാഗമായി CPIM നടത്തിയിരുന്നുവെങ്കിലും ഇതോടനുബന്ധിച്ച് ചില വിവാദങ്ങളുണ്ടായിരുന്നു. ഹൈന്ദവ സമൂഹത്തിനെതിരെ CPIM തിരിയുന്നു എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള യാതൊരു വിവാദത്തിനും വഴി കൊടുക്കാതെ നവോത്ഥാന നായകരെക്കുറിച്ചും നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അക്കമിട്ട് നിരത്തിക്കൊണ്ടും വർണ്ണശബളമായ ഘോഷയാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ടും സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം ഒന്നായി അണിനിരത്തിക്കൊണ്ടും ആയിരക്കണക്കിന് പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടും ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് ബദലായി നടത്തിയ CPIM-ന്റെ ഈ ഘോഷയാത്രകൾ അതിനൊപ്പം നടത്തിയ ഈ ഘോഷയാത്രകൾ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് CPIM നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. മാത്രവുമല്ല, എവിടെയും സംഘർഷങ്ങൾ ഉണ്ടായതുമില്ല. പലയിടത്തും സംഘർഷ സാധ്യതകൾ പോലീസ് നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. 10 ഇടങ്ങൾ അതീവ ജാഗ്രതാ പട്ടികയിൽ ഉൾപ്പെടുത്തി അവിടെ സായുധ സേനയെ ഉൾപ്പെടെ പോലീസ് വിന്യസിച്ചിരുന്നു. പക്ഷേ ഇവിടങ്ങളിൽ എവിടെയും സംഘർഷമുണ്ടായില്ല. പ്രകോപനപരമായ ഒരു വാക്കേറ്റം പോലും എവിടെയും ഉള്ളതായി നമുക്ക് റിപ്പോർട്ടുകളില്ല. അതായത് ജില്ലയിൽ തീർത്തും സമാധാനപരമായി ഇരുവിഭാഗവും ഇത്തരത്തിൽ ഘോഷയാത്രകൾ സംഘടിപ്പിച്ചിരിക്കുന്നു. അഭിലാഷ്, കണ്ണൂരിൽ സമാധാനപരമായി ശ്രീകൃഷ്ണ ജയന്തി കടന്നുപോയി. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ശോഭായാത്ര നടത്തുന്നതിന് ബദലായി CPIM-ന്റെ ആഭിമുഖ്യത്തിൽ നവോത്ഥാന സന്ദേശ യാത്രകൾ, നാം ഒന്ന് യാത്രകൾ നടത്താൻ തീരുമാനിച്ചതാണ് നേരത്തെ സംഘർഷ സാധ്യത എന്നുള്ള തലത്തിൽ ആശങ്കയ്ക്ക് വഴിവെച്ചത്. വിശദമായ ചർച്ചകളിലേക്ക് പോകുന്നു. MV ഗോവിന്ദൻ മാസ്റ്റർ, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ, ഒപ്പം ശ്രീ AN രാധാകൃഷ്ണൻ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നിവരാണ് നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മറ്റുള്ളവർ ടെലിഫോണിലും ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, മതചിഹ്നങ്ങളോ മതബിംബങ്ങളോ ഒന്നുമില്ലാതെ മതാതീതമായി നവോത്ഥാന സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഘോഷയാത്ര നടത്തും എന്നായിരുന്നു CPIM പ്രഖ്യാപിച്ചത്.
എന്നാൽ ഇന്ന് ചിലയിടങ്ങളിൽ നടന്ന ഘോഷയാത്രയിൽ തൃച്ചംബരം അമ്പലത്തിൽ ഉത്സവത്തിന് നടത്തുന്ന തിടമ്പു നൃത്തം പോലും കണ്ടു. ആചാരപരമോ അനുഷ്ഠാനപരമോ ആയ കാര്യങ്ങൾ പോലും രാഷ്ട്രീയമായ കെട്ടുകാഴ്ചയാക്കി മാറ്റുന്നത് എന്തിനാണ്? അല്ല, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ അന്ന് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ സാംസ്കാരിക കൂട്ടായ്മകളിൽ പ്രധാനമായിട്ടും തിടമ്പ് നൃത്തവും തെയ്യം തെറ തുടങ്ങിയിട്ടുള്ള പരിപാടികളും ഒക്കെ അവതരിപ്പിക്കാറുണ്ട്, ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു അത്ഭുതത്തിൻ്റെയും പ്രശ്നമില്ല. ഒരു പുതിയ ഒന്നാണ് എന്നുള്ള തിരിച്ചറിയണയും ഉണ്ടാവേണ്ടതില്ല. മുമ്പേ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്രാവശ്യവും ചില സ്ഥലങ്ങളിലൊക്കെ അത്തരം പരിപാടികൾ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ CPIM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാം ചേർന്ന്, ഒരു പാർട്ടി മാത്രമല്ല, എല്ലാ ജനവിഭാഗങ്ങളും ചേർന്നുണ്ടാക്കിയ ഒരു സംഘാടക സമിതിയാണ്. 2000-ഓളം കേന്ദ്രങ്ങളിൽ. ഇപ്പോൾ നിങ്ങൾ തന്നെ ന്യൂസിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് RSകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിക്ക് ബദലായി, കൃഷ്ണജയന്തിക്ക് ബദലായിട്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നാണ്. അങ്ങനൊരു പ്രശ്നമേ ഇല്ല. അവരൊരു പരിപാടി സംഘടിപ്പിക്കുന്നു, അവർക്ക് പരിപാടി സംഘടിപ്പിക്കാൻ അവകാശമുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളും അതേപോലെ തന്നെ വർഗ ബഹുജന പ്രസ്ഥാനങ്ങളും മറ്റ് വിവിധങ്ങളായ സാംസ്കാരിക സംഘടനകൾ, ഗ്രന്ഥശാലകൾ, അതുപോലെ തന്നെ സ്പോർട്സ് ക്ലബ്ബുകൾ, ആർട്സ് ക്ലബ്ബുകൾ എല്ലാം തുടങ്ങി എല്ലാവരും ചേർന്ന് ഏതാണ്ട് 2000-ലധികം കേന്ദ്രങ്ങളിൽ കേരളത്തിൽ ഇന്ന് ആരംഭിച്ച് 28-ാം തീയതി, അതായത് ചട്ടമ്പി സ്വാമികളിൽ നിന്ന് ആരംഭിച്ച് 28-ാം തീയതി നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രമുഖ നേതൃനിരയിലുണ്ടായിരുന്ന അയ്യങ്കാളിയെപ്പോലെ, അയ്യങ്കാളിയാണ് 28-ാം തീയതി അയ്യങ്കാളിയുടെ ദിനമാണ്. ഈ 2 ദിനങ്ങളെയും കൂട്ടിച്ചേർത്ത് കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ എന്ന് പറയാൻ സാധിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ 100 വർഷങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം, നമുക്ക് ജാതിയില്ല എന്ന വിളംബരത്തിൻ്റെ 100ാം വാർഷികാചരണം കേരളത്തിലുടനീളം വളരെ ഫലപ്രദമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടി മുതൽ ഇനി 28-ാം തീയതി വരെയുള്ള പരിപാടി. ഗോവിന്ദൻ മാസ്റ്റർ, നവോത്ഥാന സന്ദേശം ഉയർത്തുന്നതോ നവോത്ഥാന നായകരെ അനുസ്മരിക്കുന്നതോ ഒന്നുമല്ല വിമർശന വിധേയം. ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തത്, അതും ഈ വൈകുന്നേരം തന്നെ തിരഞ്ഞെടുത്തതും ഒക്കെയാണ്. എന്ന് മാത്രമല്ല, മതപരമായ ആഘോഷങ്ങളാണല്ലോ അവ, രാഷ്ട്രീയമായ ആഘോഷങ്ങളല്ല. എല്ലാ വിഭാഗങ്ങൾക്കും മതപരമായ ആഘോഷങ്ങളുണ്ട്, മതപരമായ ബാഹ്യചിഹ്നങ്ങളുണ്ട്, മതപരമായ പ്രതീകങ്ങളുണ്ട്, മതപരമായ ബിംബങ്ങളുണ്ട്. അവയൊക്കെ രാഷ്ട്രീയ ബിംബങ്ങൾ കൂടിയാകുന്നതാണ് വിമർശന വിധേയമാകുന്നത്. ഇന്ന് CPIM തിരഞ്ഞെടുത്ത ദിവസം, ഒപ്പം തിരഞ്ഞെടുത്ത പ്രതീകങ്ങൾ, ഇവയൊക്കെ ഒരു ഇടതുപക്ഷ പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. എന്താ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി മനസ്സിലാക്കിയത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്യമാണോ ഈ ചരിത്രപരമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ബിംബങ്ങളും? അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതായിട്ട് മാറ്റിവെക്കപ്പെടുന്നതാണോ ഈ ബിംബങ്ങൾ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം CPIM ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും, ഇടതുപക്ഷ വിഭാഗങ്ങളാകെ പൈതൃകമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ള എല്ലാറ്റിനെയും സാമൂഹ്യ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനെ മുഴുവൻ ഉൾക്കൊള്ളാം. അതിന് ആർക്കാണ് ഇവിടെ എതിർപ്പുള്ളത്? വിശ്വാസികൾക്ക് വിശ്വാസികളുടെ രീതിയിൽ, അവിശ്വാസികൾക്ക് അവിശ്വാസികളുടെ രീതിയിൽ മുന്നോട്ടേക്ക് പോകാം. ഇന്ന് തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ ജയന്തി ദിനം ഇന്നാണ്. അയ്യങ്കാളിയുടേത് 28-ാം തീയതിയാണ്. വിളംബരത്തിൻ്റെ 100ാം വാർഷികവും. ഇത് മൂന്നും ചേർന്നുകൊണ്ടുള്ള ഒരു വിപുലമായ ക്യാമ്പയിനാണ് തിരഞ്ഞെടുത്തത്. അതൊരു മതനിരപേക്ഷത ഉറപ്പിക്കാനുള്ള ക്യാമ്പയിൻ എന്ന് CPIM വിശദീകരിക്കുമ്പോൾ BJPയുടെ നിലപാട് എന്താണ് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. ശ്രീ AN രാധാകൃഷ്ണൻ, ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ശ്രീനാരായണ ഗുരുവിൻ്റെ സൂക്തം, പിന്നെ മറ്റനേകം നവോത്ഥാന നായകരുടെ സൂക്തങ്ങൾ, അവരുടെ പ്രബോധനങ്ങൾ, അവരുടെ ചിത്രങ്ങൾ, ഇവയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതിൻ്റെ സ്മരണകൾ ഉണർത്തുന്ന ഫ്ലോട്ടുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നവോത്ഥാന സന്ദേശ സായാഹ്നം നടത്താനുള്ള എല്ലാ അവകാശവും CPIM-നില്ലേ? അതിൽ കാറൽ മാർക്സിനെയും കൃഷ്ണനെയും സമപ്പെടുത്തുന്ന എന്താണുള്ളത്? അങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നു? അല്ല, ഏതായാലും ഒരു നല്ല മാറ്റമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്.
കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് 1921 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത്. കേരളത്തിൽ നടന്നിട്ടുള്ള നവോത്ഥാന പ്രക്രിയയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പങ്ക് എന്താണെന്ന് പരിശോധിക്കണം. ഇപ്പോൾ ബഹുമാനനായ ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ച പോലെ ചട്ടമ്പിസ്വാമി തിരുവടികളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആഘോഷങ്ങൾ ഇവർ ഏറ്റെടുക്കുമ്പോൾ ചട്ടമ്പിസ്വാമി തിരുവടികൾ കേരളത്തിന് സമ്മാനിച്ചിട്ടുള്ള ക്രിസ്തുമത ഛേദനത്തെക്കുറിച്ച് ഇവരുടെ നിലപാടെന്താണ്? കേരളം ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് ക്രിസ്തുമത ഛേദനം എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടാണ്. ഇവരുടെ നിലപാടെന്താണ്? വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അടിസ്ഥാന പ്രമാണമായി അംഗീകരിച്ചിട്ടുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ദിവസം മുതൽ ആഘോഷങ്ങൾ നടത്തുന്നതെന്ന് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ 1936 ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടായി. 21 കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങി. ആ 36 നടന്നിട്ടുള്ള ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്കെന്താണ് മനസ്സിലാക്കാനുള്ള താല്പര്യമുള്ളത് കൊണ്ടാണ്. ശ്രീ എൻ രാധാകൃഷ്ണൻ, അങ്ങനെയൊക്കെ നമ്മൾ ചരിത്രത്തിലേക്ക് പോകണോ? സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, അതിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ AK ഗോപാലന്റെയും പി കൃഷ്ണപിള്ളയുടെയും പങ്കാളിത്തം, അതിനുശേഷം കേരളത്തിൽ ഔദ്യോഗികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങുന്നത് 1940കളുടെ ആദ്യമാണ്. ഇന്ത്യയിൽ അതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കത്തിനും നേതൃത്വം വഹിച്ചത് ഇവരൊക്കെയാണ്. കേളപ്പനും ഒപ്പമുണ്ട് ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പിന്നെ ചേർന്ന ആളുകളും ഈ നവോത്ഥാന ശ്രമത്തിൽ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ആളുകളാണ്. നമ്മൾ അത്തരത്തിലുള്ള തർക്കങ്ങളിലേക്കൊന്നും പോയാൽ എവിടെയും എത്തില്ല. കാരണം EMSന്റെയോ പി കൃഷ്ണപിള്ളയുടെയോ AK ഗോപാലന്റെയോ ഒന്നും പങ്ക് കിഴിച്ച് കേരളത്തിന്റെ നവോത്ഥാനത്തെ അടയാളപ്പെടുത്താനും നമുക്ക് സാധിക്കുകയില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPIM നവോത്ഥാന സന്ദേശം ഉയർത്തുന്നതിൽ നിങ്ങൾ എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത് എന്നാണ്. ഞാനത് പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ അഭിലാഷേ, എനിക്കത് പറയാൻ സമയം വേണം. പ്രത്യേകിച്ച് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തരുത്. ബഹുമാനായ AKG ഗുരുവായൂരിൽ സത്യാഗ്രഹം നടത്തുമ്പോൾ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ്. കേളപ്പജിയും AKGയും ഒക്കെ കോൺഗ്രസ് നേതാവാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് കേരളത്തിലെ നവോത്ഥാന പ്രക്രിയയിൽ രക്തം ചീന്താതെ കേരളത്തിൽ നടന്നിട്ടുള്ള ഐതിഹാസികമായ നവോത്ഥാന ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് എന്താണെന്ന് പരിശോധിക്കണം. 2, ഈ വിഷയമായിട്ട് വന്നപ്പോൾ ഒരു സൈദ്ധാന്തികമായ തലത്തിലേക്കാണ് ഇവർ വിഷയം കൊണ്ടുപോകുന്നതെങ്കിൽ എന്തുകൊണ്ടിന്ന് കേരളത്തിൽ വ്യാപകമായ രീതിയിൽ ഈ കാലയളവിൽ ഈ പരിപാടി നടന്നില്ല? ഇപ്പം തൃച്ചമ്പലവുമായി ബന്ധപ്പെട്ട് 100% ക്ഷേത്രാചാരവുമായി ബന്ധപ്പെടുത്തിയ ബലരാമനെയും കൃഷ്ണന്റെയും സൗഹൃദവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര മതിലിനകത്ത് നടത്തുന്ന ഒരു ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായി നടക്കുന്ന സംവിധാനങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു. ഞാൻ ആദ്യത്തെ ചോദ്യത്തിൽ അത് ചോദിക്കുകയും ചെയ്തല്ലോ. 1937 സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സെൽ തന്നെ വരുന്നത്. 1941 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാറപ്പുറം സമ്മേളനത്തെ തുടർന്ന് രൂപം കൊള്ളുന്നത്. അപ്പോൾ 1930 31 നടന്ന ഒരു സംഭവത്തിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടി എന്നുള്ള നിലയിൽ ഒരു പങ്കാളിത്തം വഹിക്കാൻ സാധിക്കുക? 36 നടന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ അവർക്ക് പാർട്ടി എന്നുള്ള നിലയിൽ പങ്കാളിത്തം വഹിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ആ സമയത്ത് നേതൃത്വത്തിലേക്ക് വന്ന ആളുകൾക്ക് ഉള്ള ചരിത്രം നവോത്ഥാനത്തിന്റെ ചരിത്രമാണ്. എൻ്റെ അഭിലാഷേ, 1921 ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നു. ആ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്ന് ഞങ്ങൾ വരുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ വളരുന്നത് വളരെ വൈകിട്ടാണ്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ആശയപരമായി മുന്നോട്ട് പോകണം. ഞാൻ സൂചിപ്പിച്ചു വന്നത് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അടിസ്ഥാന പ്രമാണമായി അംഗീകരിച്ചിട്ടുള്ള ഒരു പാർട്ടി ക്രിസ്തുമത ഛേദനം എന്നുള്ള വളരെ സുദീർഘമായ രീതിയിൽ ജനങ്ങളുടെ മുമ്പാകെ ചട്ടമ്പിസ്വാമി തിരുവടികൾ അംഗീകരിച്ച് അവതരിപ്പിച്ചിട്ടുള്ള ആ ജനങ്ങളുടെ മുമ്പാകെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ പുസ്തകത്തെക്കുറിച്ച് ഇവരുടെ അഭിപ്രായം എന്താണ്? അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകൾ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ പേരിൽ എങ്ങനെയാണ് ശോഭയാത്ര നടത്തുന്നത്? നമുക്ക് അതിലേക്ക് പോകാം. സുഭാഷ് ചന്ദ്രബോസിനെ എതിർക്കും സ്വാമികൾ കേരളീയ പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവന എന്നുള്ള ആദ്യത്തെ കാര്യം. 1925 ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘം, അതിനുശേഷം വന്നിട്ടുള്ള കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ എന്ത് സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. ഈ 2 ചോദ്യങ്ങളിലേക്കും പോകും. അതിനു മുൻപ് ശ്രീ KC ഉമേഷ് ബാബു, നവോത്ഥാന നായകരുടെ ചിത്രങ്ങളും ചരിത്ര സന്ദർഭങ്ങളും അവരുടെ ഉദ്ധരണികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് CPIM ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ എന്താണ് അപാകത? ഇല്ല, ഇത് നവോത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ കുറച്ചധികം പ്രശ്നങ്ങൾ വരും. അതാണ് നേരത്തെ ശ്രീമാൻ രാധാകൃഷ്ണൻ ചോദിച്ചത്. നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരുവിനെ ഏറ്റെടുക്കുന്നത് പോലെ ചട്ടമ്പി സ്വാമികളെ ഏറ്റെടുക്കുക എന്ന് വരുമ്പോൾ അതിനകത്ത് കുറെ പ്രശ്നങ്ങൾ വരും. കാരണം വെച്ചാൽ നവോത്ഥാനം
ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു മതനവീകരണ പ്രസ്ഥാനമായിട്ടാണ് ശ്രീനാരായണ ഗുരു കണ്ടിരുന്നത്. അതുപോലെ കണ്ട ഒരാളല്ല ചട്ടമ്പി സ്വാമികൾ. അപ്പൊ തീർച്ചയായിട്ടും ഇത് കൊട്ടത്താപ്പിന് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ CPM കേരളത്തിൽ സംഘപരിവാരം വളരുന്നു എന്നുള്ളത് കൊണ്ട് അവർ വളരാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആയുധം മതപരമായ വികാരങ്ങളുടെ ഒരു സമാഹരണമാണ്. അതിനവർ ഉപയോഗിച്ചൊരു പ്രധാനപ്പെട്ട ദിവസം ശ്രീകൃഷ്ണ ജയന്തിയാണ് എന്നുള്ളത് കൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ദിവസം സമാന്തരമായി പരിപാടി നടത്തുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട് CPM കഴിഞ്ഞ 2 വർഷമായി നടത്തുകയാണ്. കഴിഞ്ഞ വർഷം പറഞ്ഞ ന്യായം ഇത് ഓണാഘോഷ പരിപാടികളുടെ സമാപന ദിവസമാണെന്നാണ്. ഈ വർഷം പറയുന്ന ന്യായം ഇത് ചട്ടമ്പി സ്വാമികളുടെ ദിവസമാണ്. വാസ്തവത്തില് ഒരു കാര്യം സംഘപരിവാരം നടത്തുന്ന അതേ ദിവസം പ്രധാനമായിട്ടും വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത്. ഇപ്പൊ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ ഇന്നാണോ ജനിച്ചത് എന്നത് തീർച്ചയായിട്ടും ഭൗതികവാദപരമായ നിലപാടുകൾ വെച്ച് നോക്കിയാൽ മാത്രമല്ല ചരിത്രപരമായ നിലപാട്, ഇന്ത്യൻ ചരിത്രത്തിലെ നിലപാടിനെ കുറിച്ചൊക്കെ CPM-നേക്കാൾ മുമ്പും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാലത്തും അതിനുശേഷമൊക്കെ പഠനം നടത്തിയിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അതിൽ ഏറ്റവും പങ്കുവഹിച്ചിട്ടുള്ള ആളുകൾ ധാരാളം ഇടതുപക്ഷക്കാരാണ്. അവരൊന്നും ശ്രീകൃഷ്ണ ജയന്തി, ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നോ എന്നുള്ള പ്രശ്നമുണ്ട്. ശ്രീകൃഷ്ണന്റെ ജയന്തി ഈ പറയുന്ന പ്രത്യേക ദിവസമാണോ എന്നുള്ളതുണ്ട്. അത് കേരളത്തിലെ ശ്രീകൃഷ്ണ ജയന്തിയും മറ്റിടങ്ങളിലെ ശ്രീകൃഷ്ണ ജയന്തിയും എങ്ങനെയാണ് കൊണ്ടാടുന്നത് എന്നുള്ള പ്രശ്നമുണ്ട്. അനേകം പ്രശ്നങ്ങൾ വരും. പക്ഷെ വാസ്തവത്തില് നിങ്ങൾ സംഘപരിവാരത്തിന്റെ പുറകെ പോകാൻ തീരുമാനിക്കുക. അപ്പൊ സംഘപരിവാരം ആളെ കൂട്ടാൻ ഉപയോഗിക്കുന്ന അവരുടെ ഒരു വൈകാരിക സമാഹരണം നടത്തുന്ന ഒരു ഏർപ്പാട് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകളാണ്. അതുകൊണ്ട് അതിന് സമാന്തരമായി വേറെ കാര്യങ്ങൾ നടത്തുക എന്ന് പറയുന്ന കാര്യമാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, അതാണ് അക്കാര്യത്തിൽ വിമർശനം. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം ചട്ടമ്പി സ്വാമികളെ എങ്ങനെയാണ് നിങ്ങൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ചട്ടമ്പി സ്വാമികൾ ഈ ക്രിസ്തുമത ഛേദനം എഴുതാൻ ഇടയായ സാഹചര്യം ഇവിടെ നടന്ന മിഷണറി പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള മതം മാറ്റങ്ങളാണ്. മതം മാറ്റത്തിനെതിരെ, മതപരിവർത്തനത്തിനെതിരെ എന്താണോ സംഘപരിവാർ ഇപ്പോൾ പറയുന്നത്, ഏതാണ്ട് സമാനമായ വാദങ്ങളാണ് അന്ന് ചട്ടമ്പി സ്വാമികൾ ഉന്നയിച്ചത് എങ്കിൽ ഇപ്പോൾ സംഘപരിവാറിനെ സംബന്ധിച്ച് അവകാശപ്പെടാനാകുന്ന ആളെ നിങ്ങൾക്ക് എങ്ങനെ അവകാശപ്പെടാനാകും എന്ന ചോദ്യം. അപ്പോൾ കഴിഞ്ഞ തവണ ഓണാഘോഷ സമാപനം, ഇത്തവണ ചട്ടമ്പി സ്വാമി ദിനം എന്നൊക്കെ ആചരിക്കുന്നത് ഈ കൃത്യമായി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ എന്താണോ ആചരിക്കാൻ പറ്റുക അതിന് പറ്റിയ ഒരു ചരിത്ര ദിവസം തിരഞ്ഞെടുത്തു എന്നേ ഉള്ളോ, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഒരു നവോത്ഥാന നായകനായി ആഘോഷിക്കപ്പെടേണ്ട ആളാണ് ചട്ടമ്പി സ്വാമികൾ എന്ന ബോധ്യം പാർട്ടിക്കുണ്ടോ? ഞങ്ങൾക്കതിൽ യാതൊരു സംശയമില്ല. ചട്ടമ്പി സ്വാമികൾ ഉൾപ്പെടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ തന്നെയാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഫാസിസ്റ്റ് ശക്തികളെ ചേർത്ത് മുന്നോട്ടേക്ക് പോയ, അതിനു വേണ്ടി നിലകൊണ്ട സുഭാഷ് ചന്ദ്രബോസിനെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ലേ? കമ്മ്യൂണിസ്റ്റുകാരെ ഉൾക്കൊള്ളുന്നില്ലേ? ഖദർ പ്രസ്ഥാനത്തെ ഉൾക്കൊള്ളുന്നില്ലേ? അതുപോലെ തന്നെ കോൺഗ്രസിനെ ഉൾക്കൊള്ളുന്നില്ലേ? ഇങ്ങനെ നിരവധി കൈവഴികളിലൂടെയാണ് ദേശീയ പ്രസ്ഥാനം വളർന്നു വന്നത്. അതിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ട്, ഭഗത് സിംഗിൻ്റെ പ്രസ്ഥാനത്തിന് പങ്കുണ്ട്, ഖദർ പ്രസ്ഥാനത്തിന് പങ്കുണ്ട്. പങ്കില്ലാതെ ഒരേ ഒരു വിഭാഗം ഹിന്ദു വർഗീയവാദികളുടേത് മാത്രമാണ്. അവർക്കതിലൊരു പങ്കും വഹിക്കാൻ സാധിച്ചിട്ടില്ല ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട്. നവോത്ഥാന പ്രസ്ഥാനവും ഇതുപോലെ തന്നെയാണ്. നിരവധി കൈവഴികളുണ്ട്. ആ കൈവഴികളിൽ ഓരോരുത്തരും എടുത്ത നിലപാടുകൾ മുഴുവൻ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ എത്രത്തോളം വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരു മഹാനായിട്ടുള്ള ദാർശനികൻ എന്ന രീതിയിൽ ലോകം മുഴുവൻ ഇപ്പോൾ അംഗീകരിക്കുകയാണ്. അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ സൂക്തങ്ങളിൽ ഒന്ന്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നാണ്. സഹോദരൻ അയ്യപ്പൻ എന്താ പറഞ്ഞത്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്നാണ്. ഓരോരുത്തരും സൂക്ഷ്മാംശങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അത് ചട്ടമ്പി സ്വാമികൾ ഉൾപ്പെടെ വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തതകളെ മുഴുവൻ വ്യത്യസ്തതകളുടെ ഭാഗമായിട്ട് തന്നെ കാണണം. ഞങ്ങൾ മാർക്സിസ്റ്റുകാർ വൈരുദ്ധ്യാത്മക ഭൗതികവാദ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പരിശോധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിക്കുക തന്നെയാണ് ഇപ്പോഴും. നവോത്ഥാന പ്രസ്ഥാനത്തിൽ നിന്ന് മനുഷ്യനെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളാണ്. അതാണല്ലോ ജാതി ജീർണതയിൽ നിന്ന്, അന്ധവിശ്വാസ ജടിലമായ നിലപാടുകളിൽ നിന്ന് മനുഷ്യനെ മനുഷ്യനാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തെയാണ് നവോത്ഥാന പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറെ എന്താ നവോത്ഥാന പ്രസ്ഥാനം എല്ലാറ്റിൻ്റെയും എല്ലാ അർത്ഥത്തിലും അതിനെല്ലാം ബദലാകുന്ന ഒന്നാണോ? അല്ല, ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ ഉച്ചനീചത്വത്തിനെതിരായിട്ട്, ജാതി സ്പർദ്ധക്കെതിരായിട്ട് ഇവിടെ
വിവേകാനന്ദനെ പോലെയുള്ള മഹാമഹർഷിമാർ രാജ്യത്തിൻ്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ച കേരളം എന്ന് പറഞ്ഞാൽ, കേരളം എന്ന് പറഞ്ഞിട്ടില്ല, ഈ മേഖല മലയാളികളുടെ നാട് ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് കേരളത്തെ മനുഷ്യാലയമാക്കി മാറ്റാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾക്ക് എത്രത്തോളം ചെറുതായാലും വലുതായാലും പങ്കുവഹിച്ചിട്ടുണ്ടോ അവരെല്ലാം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്, അതിൻ്റെ നായകന്മാരാണ്. പിന്നെ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപീകരിച്ചതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് 1920 താഷ്കണ്ടിലാണ്. അതിനു എത്രയോ കാലം ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിലാണെങ്കിൽ 1937 ആദ്യമായിട്ട് 4 പേരടങ്ങുന്ന ഒരു സെല്ല് കോഴിക്കോട് അങ്ങാടിയിലെ ഒരു പച്ചക്കറി പീടിയൻ്റെ മേലെ 5 പേർ പങ്കെടുത്തുകൊണ്ട് ചേർന്ന് ആദ്യത്തെ സെൽ, അതാണ് കൃഷ്ണപിള്ള സെക്രട്ടറി. അതിനുശേഷം 1939 അവസാനമാണ്, 40-ലുമല്ല 41-ലുമല്ല, 39 അവസാനമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നത്. അതിനു മുമ്പ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആയിരുന്നു, അതിനു മുമ്പ് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്ന സന്ദർഭത്തിലാണ് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച സത്യാഗ്രഹങ്ങൾ, വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഒക്കെ നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതിന് ശേഷമാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. ആ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവർ പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മാറിയതാണ്. പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നവരാണ്. പാലിയം സമരം, എൻ രാധാകൃഷ്ണനോട് ഞാൻ പറയേണ്ടതില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ജില്ലയായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. ആ പാലിയം സമരം കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന സമരമാണ്. അവിടെ ഗോപാലനെ പോലുള്ള ആളുകൾ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്. രക്തസാക്ഷിത്വം അവിടെയാണ് ഉണ്ടായത്. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ജാതി ജീർണതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. ആ പോരാട്ടങ്ങളെല്ലാം നയിക്കുന്നതിന്, നേതൃത്വം കൊടുക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനു മുമ്പ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് മാറിയിട്ടുള്ള ഓരോരുത്തരും, കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ളവർ, നല്ലതുപോലെ നവോത്ഥാന നായകന്മാരുടെ ഒപ്പം ചേർന്നുകൊണ്ട് ഈ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനൊരു പൈതൃകമുണ്ട് എന്ന കാര്യം രാധാകൃഷ്ണൻ മറച്ചു വെക്കാൻ ശ്രമിക്കേണ്ടിയില്ല. ശരി, ആ പൈതൃകം ഉള്ളത് തന്നെയാണ്. നിങ്ങൾക്കാണ് ഇതിലൊന്നും ഒരു പൈതൃകവും ഇല്ലാത്തത്. ശരി, രാധാകൃഷ്ണൻ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ആരൊക്കെ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതല്ല നമ്മുടെ തർക്കം. നവോത്ഥാന നായകരായിട്ടുള്ള ആളുകളുടെ പിന്തുടർച്ച പൊതുസമൂഹത്തിൽ ആർക്കും, പുരോഗമന ധാരയുടെ ഭാഗമായിട്ടുള്ള ആർക്കും അവകാശപ്പെടാം. അതിപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ കാര്യത്തിൽ മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിന്റെ, പണ്ഡിറ്റ് കറുപ്പന്റെ, സഹോദരൻ അയ്യപ്പന്റെ ആ തുടർച്ചയുടെ ഇങ്ങോട്ടുള്ള കണ്ണികളുടെ എല്ലാം പാരമ്പര്യം പൊതുസമൂഹത്തിൽ നിൽക്കുന്ന പുരോഗമന കാംക്ഷികളായ എല്ലാ ആളുകൾക്കും അവകാശപ്പെടാം. അവരുടെ സന്ദേശങ്ങൾ ഒരിക്കൽ കൂടി ഉറക്കെ പറയുന്നു. അവരുടെ സന്ദേശങ്ങൾ പ്ലക്കാർഡുകളായി എഴുതി വെക്കുന്നു, പോസ്റ്ററായി ഒട്ടിക്കുന്നു, ഫ്ലോട്ടായി അവതരിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളല്ലേ? അതിലൊക്കെ എന്തോ വലിയ അത്ഭുതമായി തോന്നേണ്ട കാര്യമെന്ത്? അഭിലാഷേ, ഇതൊരു ആശയപരമായ പ്രശ്നമാണ്. ബഹുമാനായ സഖാവ് ശങ്കരൻ നമ്പൂതിരിപ്പാട് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പൊതുസമൂഹത്തിന് മുമ്പാകെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് രേഖകളായി പുറത്തു നിൽക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവനെതിരായി വളരെ പരസ്യമായ നിലപാട് സ്വീകരിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വികാചാര്യനായ ബഹുമാനായ സഖാവ് ശങ്കരൻ നമ്പൂതിരിപ്പാട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള മാറ്റങ്ങൾ പരിശോധിക്കുമ്പോൾ കാലാകാലങ്ങളായി ഇവരെടുത്ത നിലപാടുകൾ പരിശോധിക്കപ്പെടേണ്ടതായി വരും. ആ പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ ഇപ്പോൾ തൃച്ചമ്പലത്ത് നടന്നിട്ടുള്ള സംഭവം, ആ തൃച്ചമ്പലത്ത് മതിലിനകത്ത് നടത്തുന്ന ആചാരാനുഷ്ഠാനങ്ങളുമായ വിഷയങ്ങളെ ഇവരേത് തരത്തിലാണ് കാണുന്നത്? അവിടെ ഒരു സഹോദര തുല്യം, അല്ലെങ്കിൽ ബലരാമനും ശ്രീകൃഷ്ണനും തമ്മിൽ ഉള്ള ആ ഒരു പിരിയൽ രൂപത്തിലുള്ള തിടമ്പ് നൃത്തം, ആ തിടമ്പ് നൃത്തം ഇവർ ഏറ്റെടുത്തതിന് മുമ്പിൽ എന്താണ് ജനങ്ങളുടെ മുമ്പിൽ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ് കേരളത്തിലെ നവോത്ഥാന പ്രക്രിയയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് പരിശോധിക്കേണ്ടത്. വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജി വരുന്നു, കേരളം തീർത്ഥാലയമാണ് എന്ന് പറയുന്നു. അങ്ങനെ 36-ൽ കേരളം തീർത്ഥാലയമാണ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിലെടുത്ത നിലപാടെന്താണ്? എൻ്റെ ബഹുമാന്യായ സുഹൃത്ത് ശ്രീമാൻ ഗോവിന്ദമാഷ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, പാലിയം വിളംബരത്തിൽ ഐതിഹാസികമായി നടന്ന പാലിയത്തിന് മറ്റൊരു വിളംബരം കൂടി നടന്നിട്ടുണ്ട്, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ബഹുമാനായ താന്ത്രിക രംഗത്ത് ആചാര്യനായ പി മാധവന്റെ നേതൃത്വത്തിൽ, മാധവജിയുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ തരത്തിലുള്ളൊരു വിപ്ലവം ഇവിടെ നടന്നിട്ടുണ്ട്. എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും എല്ലാ ക്ഷേത്രങ്ങളിൽ പൂജ നടത്താനും ഒക്കെ നടന്നിട്ടുള്ള അവകാശം നടന്ന ഐതിഹാസികമായ പാലിയം വിളംബരത്തിന് നേതൃത്വം കൊടുത്തത് RSSകാരനായ പി മാധവജിയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ കണ്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുടെ നേതാവായ പി ഗംഗാധരനെ SNDPയിലേക്ക് അയക്കുന്നു. അദ്ദേഹം തിരിച്ചു വരുന്നില്ല.
അദ്ദേഹം എടുത്ത നിലപാടെന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് തെറ്റായിരുന്നു എന്ന് മരണം വരെ SNDPയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എറണാകുളം ജില്ലയുടെ മുൻ സെക്രട്ടറിയായ ഗംഗാധരൻ എടുത്ത നിലപാടെന്താണ്? എന്താണ് അതിന് അടിസ്ഥാനപരമായ കാരണം? അന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ ജനങ്ങളോട് പറഞ്ഞത് ക്ഷേത്രം പൊളിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തകർന്നു എന്നാണ്. ആ നിലപാടുണ്ടോ എന്നാണ് ജനങ്ങൾ പരിശോധിക്കുന്നത്. ഇവിടെ നടന്നിട്ടുള്ള എന്റെ അഭിലാഷെ, ചരിത്രത്തിന്റെ ഭാഗമായി ചരിത്രം പഠിക്കുന്നവരാണ് ഞങ്ങൾ. അത് വളച്ചൊടിക്കല്ലേ? സി കേശവനാണെങ്കിലും പ്രസ്താവനകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതെ. ആ സി കേശവൻ പറഞ്ഞു. സി കേശവൻ ആരാണെന്ന് ഗോതമാഷ് പറയട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ എടുത്തിട്ടുള്ള നിലപാടുകൾ പരിശോധിക്കട്ടെ. അവരെടുത്തിട്ടുള്ള നിലപാടുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ചരിത്രത്തിന്റെ ഭാഗം. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് എന്താ നിലപാട്? സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറഞ്ഞത് എന്താ? അദ്ദേഹം ജപ്പാൻകാരുടെ കാൽ നക്കി എന്നാണ്. ആ ജപ്പാൻകാരുടെ കാൽ നക്കി എങ്ങനെ ഇപ്പോ നവോത്ഥാനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാളിയായി? ഗാന്ധിജിയെ കുറിച്ച് നിലപാടെന്താ? ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താ? ഓരോ കമ്മ്യൂണിസ്റ്റ് ഇവർ ഓരോരുത്തരും ഗാന്ധിജിയെയും മദനിയെയും കൂട്ടിക്കൊഴിക്കുന്നു. മദനിയുടെ ഫോട്ടോ വെക്കുന്നു, ഗാന്ധിജിയുടെ ഫോട്ടോ വെക്കുന്നു, ഇപ്പൊ ചട്ടമ്പിസ്വാമികളുടെ ഫോട്ടോ വെക്കുന്നു, ഗുരുദേവന്റെ ഫോട്ടോ വെക്കുന്നു. ഇപ്പോ പിന്നെ നമുക്കറിയാം, ഇപ്പൊ ഞങ്ങളുടെ നാട്ടുകാരനായ എറണാകുളത്തുകാരനായ പണ്ഡിറ്റ് കരപ്പൻ അദ്ദേഹം നടത്തിയിട്ടുള്ള നവോത്ഥാന പ്രക്രിയ ഹിന്ദു സമൂഹത്തിനകത്ത് നടത്തിയിട്ടുള്ള നവോത്ഥാന പ്രക്രിയയാണ്. ആ നവോത്ഥാന പ്രക്രിയയെ കമ്മ്യൂണിസ്റ്റുകാരന്റെ പങ്കെന്താ? കമ്മ്യൂണിസ്റ്റുകാരൻ ആ സമയത്ത് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തിയത് സായുധ കലാപമാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ ഒട്ടേറെ വൈരുദ്ധ്യങ്ങളുടെ ചരിത്രത്തെ നമുക്ക് ഏതെങ്കിലും ഒരേ പാതയിലൂടെ മാത്രം വിലയിരുത്താൻ സാധിക്കില്ലല്ലോ. ശ്രീ ടി സിദ്ദിഖ് കോൺഗ്രസിന്റെ നിലപാടുമായി. ശ്രീ സിദ്ദിഖ്, ഇന്നിപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ മതേതരമായ കേരളത്തിന്റെ നവോത്ഥാന നായകരെ ഒക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഘോഷയാത്രയാണ് CPIM നടത്തിയത്. കഴിഞ്ഞ തവണയൊക്കെ ഇമാതിരി യാത്ര നടത്തിയപ്പോൾ ഹൈന്ദവ അപ്പീസ്മെന്റ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നുവെങ്കിൽ ഇത്തവണ അതിൽ നിന്ന് മുക്തരാകാൻ അവരെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ടോ? ഇതില് ഒരു പ്രധാനപ്പെട്ട കാര്യം, CPIM സംഘടനാ പ്രവർത്തന ശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ പൊതുസമൂഹത്തോട് അത് എന്തുകൊണ്ട് മാറുന്നു എന്ന് പറയേണ്ടതായ ഉത്തരവാദിത്തം CPIM നേതൃത്വത്തിനുണ്ട്. ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. CPIM ഇന്നലെകളിൽ ആഘോഷിക്കാത്ത, ഇന്നലെകളിൽ ഏറ്റെടുക്കാത്ത, ഇന്നലെകളിൽ ആചരിക്കാത്ത പല കാര്യങ്ങളും പുതുതായി അവർ മുമ്പിൽ വെക്കുകയാണ്. ആ മുമ്പിൽ വെക്കുന്നതിന്റെ മുമ്പിൽ നവോത്ഥാനം അതല്ലെങ്കിൽ പ്രതിരോധം എന്നൊക്കെ അവർ പറയുമെങ്കിലും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്നുള്ളത് അവരുടെ അണികളെ പാർട്ടിയിൽ അടിയുറപ്പിച്ചു നിർത്താനും പുതിയ തലമുറയെ പാർട്ടിയോട് അടുപ്പിച്ചു നിർത്താനുമുള്ളതായിരിക്കുന്ന, കൊഴിഞ്ഞുപോക്ക് തടയാനുള്ളതായിരിക്കുന്ന പാർട്ടി തലത്തിലുള്ള നിലപാടും നടപടികളുമാണ് അതിന്റെ യഥാർത്ഥ കാരണം എന്നുള്ളത് രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ഏതൊരാൾക്കും ഇവിടെ മനസ്സിലാകുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോ ബാലസംഘം, ബാലഗോകുലം യഥാർത്ഥത്തിൽ RSSന് ഒരുപാട് ഉപഘടകങ്ങളുണ്ട്. RSSന്റെ ഒരു ഉപഘടകമാണ് കുട്ടികളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ബാലഗോകുലം. അവർ അവരുടേതായിരിക്കുന്ന രാഷ്ട്രീയമാണ് അതിലൂടെ പുറത്തേക്ക് ബഹിർഗമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. തടയാൻ ആവശ്യമായിട്ടുള്ള ഒരു സമീപനം എന്നുള്ളതായിട്ട് പാർട്ടി പ്രവർത്തകന്മാരെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു സമീപനം. അല്ല, അതങ്ങനെ പാർട്ടി പ്രവർത്തകന്മാരെ നിലനിർത്താനുള്ള സംവിധാനമായി കണ്ടാൽ മതിയോ? ശ്രീ ടി സിദ്ദിഖ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബാലഗോകുലം RSSൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാറിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷേ ആ സംഘടന നടത്തുന്ന പരിപാടിയിൽ സംഘപരിവാറിലെ കുടുംബാംഗങ്ങൾ മാത്രമാണോ പങ്കെടുക്കാറ്? അല്ലല്ലോ. നാട്ടിലുള്ള ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലൊക്കെ പോകുന്ന മിക്കവാറും ആളുകളൊക്കെ പങ്കെടുക്കാറുണ്ട്. ഒരുപക്ഷെ പിന്നെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലേക്കൊരു സംഘശക്തിയായി ഈ പോകുന്ന ആളുകളെ ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും എന്ന തിരിച്ചറിവിൽ അവരങ്ങനെ പോകേണ്ട, നമുക്ക് വേറൊരു ഘോഷയാത്ര നടത്താം, ഇതുമാതിരി കളറും ഘോഷയാത്രയും മറ്റ് വാദ്യങ്ങളും ഒക്കെ ഉള്ളൊരു ഘോഷയാത്ര നടത്തിയേക്കാം എന്ന് വെച്ചാൽ അതിലെന്താണ് തെറ്റ്? അഭിലാഷ് പറഞ്ഞതാണ് അതിന്റെ ശരി. അഭിലാഷ് പറഞ്ഞ തരത്തിലേക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പോ ഇങ്ങനെ ഒരു മതത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു നല്ല ദിവസങ്ങളെ അവർ പ്രത്യേകമായിട്ടുള്ള ഒരു ചായ്വോടുകൂടി ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് പാർട്ടി അണികൾ പോകുന്ന സന്ദർഭത്തിൽ പാർട്ടി തലത്തിലെടുത്തിരിക്കുന്ന ഒരു സ്റ്റെപ്പാണിത്. അതല്ലാതെ ഇതിന് നവോത്ഥാനമെന്നോ ഇതിന് മറ്റു രീതിയിൽ ചരിത്രപരമായി ബന്ധപ്പെടുത്തുന്നതായിട്ടുള്ള മേഖലകളിലേക്കോ ഇതിനെ കൊണ്ടുപോകാൻ ഒരിക്കലും CPIMന് സാധ്യമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നേരത്തെ അവിടെ സൂചിപ്പിച്ചു, വൈക്കം സത്യാഗ്രഹമാണെങ്കിലും ഗുരുവായൂർ സത്യാഗ്രഹമാണെങ്കിലും
1937 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം ചെയ്തല്ലോ. ഈ രണ്ട് സത്യാഗ്രഹങ്ങൾക്കും നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരല്ല. അന്ന് അവർ അതിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് പ്രവർത്തകന്മാരും നേതാക്കന്മാരുമായിട്ടാണ്. കേളപ്പജിയാണെങ്കിലും അത് മറ്റുള്ളതായിരിക്കുന്ന വൈക്കം സത്യാഗ്രഹമാണെങ്കിലും ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ആളുകളല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അതൊക്കെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട അന്നത്തെ പല ആളുകളും പിന്നെ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നിന്ന് വകതിരിഞ്ഞു പോയവരാണല്ലോ മറ്റുള്ള പാർട്ടിക്കാരൊക്കെ. ഞാൻ അതിന്റെ മേഖലകളിലേക്കല്ല കടക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ശ്രീനാരായണ ഗുരുദേവനെ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ദൈവദശകം ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു രചന, ആ ദൈവദശകത്തിന്റെ ജൂബിലി ആഘോഷം നടന്നു. ഞാൻ ചോദിക്കട്ടെ, CPIM അതിനെ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഏറ്റെടുത്തോ? ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് ഞങ്ങളെ, കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ എന്ന് പറയുന്നതായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ഏറ്റവും വലിയ. പക്ഷേ അവരിപ്പോൾ നമുക്ക് ജാതിയോ മതമോ ഇല്ല, അങ്ങനെ ആർക്കും ആശങ്ക അല്ലെങ്കിൽ ആശയക്കുഴപ്പം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരു പുറപ്പെടുവിച്ച വിളംബരത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലുമൊക്കെ ആഘോഷിച്ചാൽ പോരെ? CPIMനെ സംബന്ധിച്ച് കൂടുതൽ പ്രസക്തമായവ. അഭിലാഷ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറയാൻ ശ്രമിക്കുന്നത്, ഇത് ഇവിടം മാത്രമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, DYFI കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആഗസ്റ്റ് 15 ആഘോഷിക്കുന്നു. CPIM ഇപ്പോഴും പാർട്ടി ഓഫീസിൽ ദേശീയ പതാക പൊന്തിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇവർക്ക് ഇതിലുള്ള നിലപാട് മാറ്റം വരുമ്പോ ആ നിലപാട് മാറ്റം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം CPIM. ശരി, അതാണ് അക്കാര്യത്തിലെ താങ്കളുടെ വിമർശനം. ശ്രീ KC ഉമേഷ് ബാബു 1950കളിലും 60കളിലും നവോത്ഥാന നായകരെയോ സാഹിത്യകാരന്മാരെയോ ദേശീയ നേതാക്കളെയോ ഒക്കെ വിലയിരുത്തിയിട്ടുള്ള നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പിന്നീട് CPIM ആയ നേതാക്കളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ നവോത്ഥാന നായകരെക്കുറിച്ചും സാഹിത്യകാരന്മാരെക്കുറിച്ചും ദേശീയ നേതാക്കളെക്കുറിച്ചുമൊക്കെ അന്ന് 50ലോ 60ലോ പറഞ്ഞ അതേ അഭിപ്രായം തന്നെ വേണമെന്ന് നിർബന്ധമില്ലല്ലോ. അല്ല, ഞാൻ പറയുന്ന ഒറ്റ കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഘോഷയാത്ര നടത്തിയിട്ട് ഹിന്ദു മതവികാരം സമാഹരിച്ചിട്ടാണ് സംഘപരിവാരം വളരുന്നത്. അതുകൊണ്ട് ആ വൈകുന്നേരം ഞങ്ങളൊരു സമാന്തര ഘോഷയാത്ര നടത്തുന്നു എന്നതിനപ്പുറമുള്ള ഒരു നവോത്ഥാന പ്രവർത്തനവുമല്ല ഇത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ് കേരളത്തിൽ നടന്ന നവോത്ഥാന പ്രവർത്തനം? ശ്രീനാരായണനാവട്ടെ, ആരും ആവട്ടെ, അയ്യപ്പൻ മാഷ ആവട്ടെ, ആരും ആവട്ടെ, അത് വെവ്വേറെ ധാരയാണ് എന്ന് പറഞ്ഞു നിർത്താൻ പറ്റില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, അത് ഹിന്ദു മതഭ്രാന്തും അതിനകത്ത് അനാചാരങ്ങളും അതിനകത്ത് കിരാതത്വത്തിനെതിരായിട്ടുള്ള നേർക്ക് നേരായൊരു വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്. ഇങ്ങനെ ഇന്നിപ്പോൾ അത് നവോത്ഥാനത്തിന്റെ തുടർച്ചയായി തീരണമെങ്കിൽ ഇപ്പോഴും ഈ പറയുന്ന ഹിന്ദു സമുദായം എന്ന് കരുതപ്പെടാവുന്ന വിപുലമായ വിഭാഗങ്ങൾക്കകത്ത് അനാചാരങ്ങളുടെ ഒരു വലിയ എന്താ പറയേണ്ടത്, ഒരു വലിയ ഗോപുരം ഉയർന്നു വന്നിട്ടുണ്ട്. എന്തെല്ലാം തരത്തിൽ ഈ പറയുന്ന നല്ല ദിവസം, നല്ല നേരം, നക്ഷത്രം, ജാതകം, ഇങ്ങനെ അനാചാരങ്ങളുടെ ഒരു വീടെടുക്കണമെങ്കിൽ എത്ര തവണ ജ്യോത്സ്യനെ കാണണം ഒരാള്. ഇങ്ങനെ അനാചാരങ്ങളുടെ ഒരു ഭീകരമായിട്ടുള്ള ഒരു ക്രമം ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന സമുദായത്തിനകത്ത് ഉണ്ടായി തീർന്നിട്ടുണ്ട്. അതിന് നേരത്തെ AN രാധാകൃഷ്ണൻ പറഞ്ഞൊരു പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീമാൻ മാധവ്ജി എന്നവർ വിളിക്കുന്ന P മാധവന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങളിലൂടെയാണ് അവർ ഹിന്ദു സമാജം എന്ന് വിളിക്കുന്ന സ്ഥലത്ത് ഈ പറയുന്ന നവോത്ഥാന വീതത്തിന് വിപരീതമായിട്ടുള്ളൊരു പുതിയ ഉള്ളടക്കം ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പാലിയം വിളംബരം എന്നൊക്കെ പുതുതായിട്ടൊക്കെ വന്നത്. അതൊന്നും പറയാൻ ഈ സമയമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഇരുട്ടിന്റെയും ഒരു ഘടനയെ എതിർത്ത് തോൽപ്പിക്കാനുള്ള എന്തെങ്കിലും നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വൈകുന്നേരത്തെ കളർഫുള്ളായ ഘോഷയാത്ര CPMോ അല്ലെങ്കിൽ CPMന്റെ സഹയാത്രികരോ നടത്തുന്നതെങ്കിൽ ഒരുപക്ഷെ അത് വളരെ പ്രസക്തമാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയൊന്നും ചെയ്യാത്ത പാർട്ടി, അങ്ങനെയൊന്നിലും ഇടപെടാത്ത പാർട്ടി വാസ്തവത്തില് സംഘപരിവാര ഹിന്ദു വികാരം സമാഹരിക്കുന്ന ഒരു പണി ഇങ്ങനെ ശ്രീകൃഷ്ണ ജയന്തിക്ക് നടത്തുന്നുണ്ട്. അതുകൊണ്ട് സമാന്തരമായിട്ട് ഞങ്ങളൊന്ന് നടത്തുന്നു എന്നതിനപ്പുറത്ത് ഒരു ഗൗരവം ഈ പ്രവർത്തനത്തിൽ. അത് വളരെ പ്രസക്തമായൊരു വിമർശനമാണ് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. യാതൊരു ഗൗരവവുമില്ലാത്ത പ്രവർത്തനമാണ്. ഒരു രണ്ടാം നവോത്ഥാന പ്രസ്ഥാനത്തിന് മണ്ണൊരുങ്ങേണ്ട സമയത്ത്, അതിൻ്റെ ആവശ്യകതയുള്ള സമയത്ത് നവോത്ഥാന നായകരുടെ ഫ്ലെക്സുകളോ ഫോട്ടോകളോ ഫ്ലോട്ടുകളോ അണിനിരത്തുക എന്ന കേവലമായ യാന്ത്രികമായ പ്രക്രിയയ്ക്കപ്പുറത്തൊന്നും ഇടതുപക്ഷം ചെയ്യുന്നില്ല എന്നുള്ള വിമർശനത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യും? അല്ല, ആ വിമർശനം BJPയുടെ വിമർശനം തന്നെയാണല്ലോ. ഉമേഷ് ബാബു ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്ന ഒരാളാണ്.
ഇപ്പോഴും ഇടതുപക്ഷത്തു നിന്ന് വലതുപക്ഷത്തേക്ക് പോയി വലതുപക്ഷത്തിൻ്റെ ഏറ്റവും അറ്റത്ത് ഇപ്പോൾ BJPയുടെ ഒപ്പം നിന്ന് ആശയ തലം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഉമേഷ് ബാബു. ഉമേഷ് ബാബു ഇപ്പോൾ പൂർണ്ണമായും എടുത്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ BJPക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം അവിടെ എത്തുള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ വിമർശനമായി തുടങ്ങി അവസാനം അത് വലതുപക്ഷത്തിൻ്റെ രണ്ടാമത്തെ മുഖമായിട്ട് മാറുകയല്ലാതെ വേറൊരു വഴിയില്ല. ഉമേഷ് അത് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും ഗൗരവത്തിലെടുക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം അവർക്ക് ജനങ്ങളെ സംഘടിപ്പിക്കുകയോ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ ചെയ്യേണ്ടുന്ന ഒരു പ്രശ്നവും അവരെ സംബന്ധിച്ചിടത്തോളില്ല. എനിക്ക് അതല്ല പറയാനുള്ളത്. ഈ രാധാകൃഷ്ണൻ പറഞ്ഞുള്ള ഒരു കാര്യം നേരത്തെ 2 പ്രാവശ്യം പറഞ്ഞു, ആവർത്തിച്ച് പറഞ്ഞു. അത് ആളുകൾക്ക് ഇടയിൽ എന്ത് വികാരമാണ് ഉണ്ടാക്കുക എന്നുള്ളത് നല്ലപോലെ ബോധ്യപ്പെട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് തൃച്ചംബരം അമ്പലത്തിൻ്റെ 4 കെട്ടിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തിടമ്പ് നൃത്തത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിന് ഒന്നും തൃച്ചംബരത്തെ പറ്റി അറിയില്ല, അമ്പലത്തെ പറ്റി അറിയില്ല, ഉത്സവത്തെ പറ്റി അറിയില്ല. എൻ്റെ നാടാണ് രാധാകൃഷ്ണ ഈ തൃച്ചംബരം ഉൾപ്പെടെയുള്ള തളിപ്പറമ്പ്. ആ തളിപ്പറമ്പിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തൃച്ചംബരം ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ മറ്റ് പല ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമുണ്ട്. ആ ആചാരമാണ് കാഞ്ഞിരങ്ങാടെന്നും അതുപോലെ തന്നെ തളിപ്പറമ്പെന്നും. ബലരാമനും ശ്രീകൃഷ്ണനും ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് യോജിക്കുകയാണ്, എത്തിച്ചേരുകയാണ്. അതാണ് വിശ്വാസം. അവിടെ എത്തിച്ചേർന്നിട്ട് അവിടുന്ന് രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടുള്ള തടുത്തു നൃത്തം, തടമ്പ് നൃത്തം എന്ന് മാത്രമല്ല, തടുത്തു നൃത്ത ഉത്സവം അങ്ങനെയാണ്. അവരങ്ങനെ വന്ന് രണ്ടുപേരും തെരുവിലാണ്. രാധാകൃഷ്ണൻ നല്ലപോലെ മനസ്സിലായിക്കോ, തെരുവിലാണ് ഉത്സവം. പൂക്കോത്ത് നട എന്ന് പറയുന്ന ഒരു പ്രത്യേക നട തന്നെ ഹൈവേയിലുണ്ട്, നാഷണൽ ഹൈവേയിലാണ്. ആ നാഷണൽ ഹൈവേയുടെ തൃച്ചംബരത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ, തളിപ്പറമ്പിൻ്റെ ആ അറ്റം വരെ ഉത്സവമായിട്ട് തന്നെ ജനങ്ങൾ നോക്കി നിൽക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കും. വിരിപ്പട എന്ന് പറയുന്നൊരു പടയുണ്ട്. ആ പടയുടെ മേലെ ഞങ്ങളെല്ലാം ചെറുതായപ്പോൾ പോയി ഇരുന്ന സ്ഥലം അതൊക്കെ. അവിടെയാണ് ഈ ഉത്സവം നടക്കുന്നത്. തികച്ചും തെരുവിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിടമ്പ് നൃത്തം അല്ലെങ്കിൽ മറുത്തു നൃത്തമാണ് അത് യഥാർത്ഥത്തിൽ ഉള്ളത്. അവസാനം പിരിഞ്ഞു പോകുന്നതും ടൗണിൽ തന്നെയാണ്, ടൗണിലൂടെ തന്നെയാണ്. നേരെ പോവുകയാണ് കാഞ്ഞിരങ്ങാടേക്ക്, ഇവിടെ തൃച്ചംബരത്തേക്കും. രണ്ടുപേരും പിരിഞ്ഞു പോവുകയാണ്. അതൊരു പ്രത്യേക ഒരു ആലുണ്ട്, ആലിനടിക്കുന്നതാണ് അവർ പിരിയുക, അങ്ങോട്ടും പിരിയുക ഇങ്ങോട്ടും പിരിയുക. വളരെ വികാരസ്പർശമായ ഒരു രംഗമാണ് അതൊക്കെ. അതൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എൻ രാധാകൃഷ്ണൻ അത് മനസ്സിലായിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. നിങ്ങളേതായാലും ഇതെല്ലാം ഉദ്ധരിക്കുമ്പോൾ ഇതിനെപ്പറ്റിയെല്ലാം മനസ്സിലാക്കിയിട്ട് ഉദ്ധരിക്കണം. അപ്പോൾ അത് ഞങ്ങൾ ഇപ്പോഴൊന്നുമല്ല, ശ്രീ രാധാകൃഷ്ണൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തടമ്പ് നൃത്തം ഞങ്ങൾ പരിശീലിപ്പിച്ച് ആ പരിപാടി തളിപ്പറമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ തൃച്ചംബരം എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ആ തൃച്ചംബരത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് തടമ്പ് നൃത്തം. രണ്ടാളെയും ചേർത്തുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ്റെ വേഷം അതുപോലെ തന്നെ ബലഭദ്രൻ്റെ വേഷം രണ്ടും കൂടി ചേർത്തിട്ട് തന്നെ തടമ്പ് നൃത്തം നടത്തിയിട്ടുണ്ട്. തെയ്യം കെട്ടിയിട്ടുണ്ട്. എത്ര തെയ്യം, ഏതെല്ലാം തെയ്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട തെയ്യങ്ങൾ മുഴുവൻ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ പരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല, ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് നവോത്ഥാനത്തിന് എതിരായിട്ടാണ് ഇത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുക? എനിക്കുള്ള സംശയം, ഒരു ക്ഷേത്രത്തിലെ ആചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യം, അത് ഏതെങ്കിലും സ്റ്റേജിലോ മറ്റെവിടെയോ അവതരിപ്പിക്കുന്ന ഒന്നല്ല. ഒരു ക്ഷേത്രത്തിലെ ആചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണനും ബലരാമനും മുഖാമുഖം വന്ന് നൃത്തം വെക്കുന്നു, പിന്നെ അവർ കൂടിപ്പിരിയുന്നു. ഇതൊക്കെ ഒരു ക്ഷേത്രത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അതും നവോത്ഥാനവും തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങൾ നവോത്ഥാന ഘോഷയാത്ര നടത്തുമ്പോൾ അതിലൊരു ഇടം ഒരു ക്ഷേത്രത്തിലെ ആചാരത്തിന് കൊടുക്കുന്നതിന്റെ സാങ്കത്യം എവിടെയാണ്? അല്ല, സാംസ്കാരിക ഘോഷയാത്രയുടെ ഭാഗമായിട്ട് തെയ്യങ്ങളും തറയും അതുപോലെ തന്നെ തിടമ്പ് നൃത്തവും എല്ലാം അവതരിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അതിലെന്താ ഇപ്പം കുഴപ്പം? അത് മുമ്പേ അവതരിപ്പിക്കാറുണ്ട്, ഇപ്പോഴും അവതരിപ്പിച്ചിട്ടുണ്ട്, അതിനിയും അവതരിപ്പിക്കും. അതിലിപ്പോൾ RSകാരും അല്ലെങ്കിൽ BJPക്കാരും വിമർശിച്ചു എന്നുള്ളതുകൊണ്ട് ഈ പരിപാടി അവതരിപ്പിക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവതരിപ്പിക്കുന്നതിൽ സാംസ്കാരികമായ രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളുള്ള കലാമൂല്യങ്ങളുള്ള കാര്യം അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും രീതിയിൽ ആചാരപരമായ കാര്യങ്ങൾ അതിൻ്റെ ഒപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ രീതിയിൽ ആചാരപരമായ ഒരു കാര്യവും നിർവഹിക്കാതെ അതിൻ്റെ കലാമൂല്യങ്ങളെ കൃത്യമായിട്ട് പകർത്താൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നവോത്ഥാന നായകന്മാർ തിടമ്പ് എന്ന് പറയുന്നത് ഈ പൂജിക്കപ്പെടുന്ന, അതായത് ഒരു ക്ഷേത്രത്തിനകത്ത് പൂജിക്കപ്പെടുന്ന ഒരു സാധനമാണല്ലോ. അത് തലയിലേറ്റി ബ്രാഹ്മണർ അല്ലെങ്കിൽ അതിന് യോഗ്യരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നു. അങ്ങനെ തിടമ്പേറ്റി നിൽക്കുന്ന ആളുകളെ സാധാരണഗതിയിൽ ജനങ്ങൾ വണങ്ങുക, തൊഴുക, അങ്ങനെ തിടമ്പേറ്റി നിൽക്കുന്ന ആളുകൾക്ക് നേർച്ച കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതൊരു രാഷ്ട്രീയ കെട്ടുകാഴ്ചയായി അവതരിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണോ?
ഈ രാഷ്ട്രീയ കെട്ടുകാഴ്ച നിങ്ങൾ പറയുന്നില്ലേ, എന്തിന് രാഷ്ട്രീയ കെട്ടുകാഴ്ച സാംസ്കാരിക മേഖലയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കലാപരമായ രൂപമായിട്ട് കണ്ടാൽ മതിയല്ലോ. അതിനപ്പുറം കണ്ടതല്ലേ അപകടം. അവിടെ ഈ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും പൂജയോ എന്തെങ്കിലും രീതിയിലുള്ള പരിപാടിയോ നടക്കുന്നില്ല. കലാമൂല്യമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന രീതിയിൽ ജനങ്ങളുടെ മനസ്സിലുള്ളതാണ്. ആ കാര്യം ഒന്ന് പുനരാവിഷ്കരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ആചാരപരമായ ഒരു രീതിയും അതിൻ്റെ അകത്ത് ഉൾച്ചേർക്കുന്നില്ല. അങ്ങനെ തെയ്യത്തിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്, തിളമ്പ് നൃത്തത്തിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. ഇതെല്ലാം ഈ കേരളത്തിലുള്ള നിരവധി പരിപാടികളിൽ പൊതുവായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്, ഇനി അവതരിപ്പിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ശരി, അക്കാര്യത്തിൽ ശ്രീ എൻ രാധാകൃഷ്ണൻ, താങ്കളുടെ സംശയത്തിന് മറുപടി കിട്ടിയോ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ തളിപ്പറമ്പിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന ദേശീയപാത കടന്നു പോകുന്ന ഈ പൂക്കോത്ത് തെരുവിൽ, പൂക്കോത്ത് നടയിൽ വെച്ച് നടത്തുന്ന എല്ലാ ആളുകളും കാണുക നടത്തുന്ന എല്ലാ വർഷവും നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ ഒരു റെപ്ലിക്ക CPM ഇന്നിപ്പോൾ അവരുടെ ഘോഷയാത്രയിൽ നടത്തി എന്നുള്ളത് വലിയ എന്തോ ആനക്കാര്യമാണോ? ആ നാട്ടിലെ ജനങ്ങളുടെ സാംസ്കാരിക വിനിമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർ അവിടെ ഒരു ഘോഷയാത്ര നടത്തുമ്പോൾ അതുകൂടി ഉൾക്കൊള്ളിച്ചു, അത്രയല്ലേ ഉള്ളൂ. അല്ല, സത്യത്തിൽ ഒരു വളരെ ബുദ്ധിപൂർവമാണ് എൻ്റെ പ്രിയപ്പെട്ട ഗോവിന്ദൻ മാഷ് ഇതിനെ വളച്ചൊടിച്ചത്. തിടമ്പ നൃത്തം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിനകത്ത് ഇന്ന് ചട്ടമ്പിസ്വാമി തിരുവടികളുമായി ബന്ധപ്പെട്ട് ചട്ടമ്പിസ്വാമിയുമായിട്ട് പുലബന്ധമില്ലാത്ത അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമിയുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത കുറേ ആളുകൾ, അത് കണ്ണൂർ ജില്ലയിൽ മാത്രം, കണ്ണൂർ ജില്ലയിലെ കുറേ ആളുകൾ, ഇപ്പോൾ എനിക്ക് കൊണ്ട് ജയരാജന് പഠിക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ജയരാജൻ്റെ പ്രസ്താവന കേട്ടു. അദ്ദേഹം പറഞ്ഞിരുന്നു അതൊരു കലാരൂപമായിട്ട് കണ്ടാൽ മതിയെന്ന്. പണ്ട് നമുക്ക് കേരളത്തിന് പലപ്പോഴും സഖാവ് ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലുള്ള ബഹുമാന്യരായ ആളുകൾ താത്വികമായ നിലവാരത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് താത്വികമായ നിലവാരത്തിൽ ജയരാജന്മാരെ പോലുള്ള ആളുകൾ പറയുന്നു. അതിനുവേണ്ടി നിർഭാഗ്യമെന്ന് പറയട്ടെ, ഗോവിന്ദ മാഷിനെ പോലുള്ള ആളുകൾ സത്യത്തെ വളച്ചൊടിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. ഞാൻ ചോദിക്കുന്നത്, കേരളക്കരയിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ടല്ലോ, മറ്റേതെങ്കിലും മതവിഭാഗങ്ങളുടെ ആചാരങ്ങൾ നിങ്ങളെന്താ ഏറ്റെടുക്കാത്ത? നബിദിനത്തെക്കുറിച്ച് ഗോവിന്ദ മാഷിന്റെ നിലപാടെന്താ? ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ എന്തുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല? ഇപ്പോൾ ഈ കേരളത്തിനകത്ത് ഒട്ടനവധി സമുദായങ്ങൾ, സമൂഹങ്ങൾ ജീവിക്കുന്നു. ഒരുപാട് പേര് ഇവിടെ സാമൂഹികമായ പരിവർത്തനം ആഗ്രഹിക്കുന്നുണ്ട്. ആ സാമൂഹികമായ പരിവർത്തനം ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിലകത്തും നിങ്ങളുടെ അടുത്ത് നിലപാടെന്താ? ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി അവാന്തര വിഭാഗങ്ങളിൽ നടന്നിട്ടുള്ള പരിവർത്തനമുണ്ട്. ആ പരിവർത്തനമെല്ലാം രക്തം ചീന്താത്ത പരിവർത്തനമാണ്. ആ രക്തം ചീന്താത്ത പരിവർത്തനത്തിൽ നേതൃത്വം കൊടുത്ത ആളാണ് ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും. ഇവരെയൊക്കെ ഏറ്റെടുക്കുന്ന സമയത്ത് മറ്റ് ഇതര ജാതി മതവിഭാഗങ്ങളിലുള്ള അവാന്തര വിഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹികമായി ഒട്ടനവധി വിഷയങ്ങൾ ഇന്ന് നിലവിലുണ്ട്. നിങ്ങൾ തന്നെ പലപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. സഖാവ് ശങ്കരൻ നമ്പൂതിരിപ്പാടിനെതിരെ ഏറ്റവും കൂടുതൽ വലിയ രീതിയിലുള്ള ഒരു വലിയ ബഹളം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് പഴയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനെക്കുറിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താ? ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളിലെ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താ? എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആശയപരമായ ദാരിദ്ര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട മാഷേ, ആശയപരമായ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും ഏകാത്മ മാനവ ദർശനവും തമ്മിൽ ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാണ്. നിങ്ങളെന്തിനാ ഈ കള്ളക്കളി കളിക്കുന്നത്? നിങ്ങളെന്തിനാ കൃഷ്ണവേഷം കെട്ടാൻ നടക്കുന്നത്? നിങ്ങൾ നാളെ RSSന്റെ ശാഖ എടുക്കും. നിങ്ങൾ നാളെ RSSന്റെ ശാഖ എടുക്കും. ഞങ്ങൾക്കുറപ്പാണ്. കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ നാളെ RSSന്റെ ശാഖ എടുക്കും. ഞങ്ങളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ സർസംഘചാലകനായിരുന്ന പൂജനീയ ഗുരുജി ഗോൾവാൾക്കറുടെ പടം നിങ്ങൾ വയ്ക്കും. ഞങ്ങളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആകാംക്ഷയോടുകൂടിയാണ് നിങ്ങളുടെ ഈ മാറ്റത്തെ കാണുന്നത്. എന്തായാലും മാഷെ, നല്ല മാറ്റമാണ്. നിങ്ങളുടെ ഈ മാറ്റത്തിൻ്റെ വേഗത ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പൊതുസമൂഹം ആഗ്രഹിക്കുന്നു. ഏതായാലും കത്തിയും കോടാലിയൊക്കെ താഴെ വെച്ച് ശ്രീകൃഷ്ണനെയും സന്തോഷത്തിൻ്റെയൊക്കെ ദിനങ്ങളിലേക്ക് നിങ്ങൾ വരുന്നത് സ്വാഗതാർഹമാണ്. പക്ഷെ സത്യത്തെ വളച്ചൊടിക്കരുത്. അവിടെ BJPക്കാർ ഉന്നയിക്കുന്ന വാദം മാത്രമല്ല, വിമർശകർ കാണുന്ന ഒരു തലം സംഘപരിവാറിന്റെ ആശയം അല്ലെങ്കിൽ അവരുടെ പ്രചാരണ രൂപങ്ങൾ CPIM കടമെടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അവർ പറയുന്നു ഇത്രയുമൊക്കെ ആയില്ലേ, നാളെ ഗണവേഷവും ശാഖയും ദണ്ഡയും ഒക്കെ CPIM കടമെടുക്കുന്ന അല്ലെങ്കിൽ CPIM ഉപയോഗിക്കുന്ന കാലം വരുമെന്ന് അവർ പരിഹസിക്കുന്ന ഘട്ടമെത്തിയിരിക്കുന്നു. അല്ല, ഞങ്ങളിപ്പോഴും RSകാരെ നോക്കി RSകാരെ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമില്ല. RSSന്റെ അജണ്ട ഫാസിസ്റ്റ് അജണ്ടയാണ്. അതിൻ്റെ സംഘടന ഫാസിസ്റ്റ് സംഘടനാ രീതിയാണ്. അതിൻ്റെ പ്രത്യയശാസ്ത്രം ജർമ്മൻ ഫാസിസത്തിൻ്റെതാണ്. അതുകൊണ്ട് ഹിറ്റ്ലറെയും മുസോളിനിയെയും മാതൃകയാക്കി
സംഘടനാ രംഗത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന RSSന്റെ എന്തെങ്കിലും കാര്യം കടം വാങ്ങേണ്ട ഒരാവശ്യവും അതിൻ്റെ ഗോൾവാൾക്കർ ഉൾപ്പെടെയുള്ള ആരെയെങ്കിലും ഞങ്ങളിങ്ങോട്ട് സ്വീകരിക്കേണ്ട ഒരാവശ്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. അദ്ദേഹം ഇവിടെ വെല്ലുവിളിക്കുകയുണ്ടായി. ആശയപരമായ ദൗർബല്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾ ആശയപരമായ സമരത്തിന് തയ്യാറാണ്. 1000 പ്രാവശ്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. AN രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള RSS നേതൃത്വവും ഉൾപ്പെടെ ആരായാലും ഈ ഇന്ത്യയിലെ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ വെച്ച് രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ദർശന അടിസ്ഥാന നിലപാടുകളിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക്, തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾക്കൊന്നും ഒരു മടിയുമില്ല. AN രാധാകൃഷ്ണ, ഒരു മടിയുമില്ല. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ വളച്ചൊടിക്കുകയാണ്, അങ്ങനെ പറയുകയാണ്, ഇങ്ങനെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തടുക്കപ്പാനൊന്നും പറ്റില്ല. ആശയരംഗത്തുള്ള സമരത്തിന് ഞങ്ങൾ ഇപ്പോഴും തയ്യാറുണ്ട്. അതിനുള്ള ബാല്യം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കേരളത്തിലുണ്ട്. നിങ്ങൾ പുളിച്ചു നാറിയിട്ടുള്ള ഏറ്റവും പിന്തിരിപ്പനായ ആശയങ്ങളും നിലപാടുകളുമായിട്ട് പശുവിൻ്റെ പേരുപയോഗിച്ച്, അതുപോലെ തന്നെ വസ്ത്രത്തിൻ്റെ പേരുപയോഗിച്ച് ഈ രാജ്യത്തെമ്പാടുമുള്ള മനുഷ്യരുടെ എല്ലാ തരത്തിലുള്ള നവോത്ഥാന ഉൾക്കാമ്പുകളെയും തകർത്ത് ഈ രാജ്യത്തെ ഹിന്ദു വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. അത് പ്രസക്തമായൊരു ചോദ്യമാണ്. ഹിന്ദു നവോത്ഥാനത്തിൽ മാത്രമാണോ നിങ്ങൾ ശ്രമിക്കുന്നത്, നോക്കുന്നത്? അല്ല. മുസ്ലിമായാലും ക്രിസ്ത്യനായാലും ഈ രണ്ടിലും നടന്ന ഒരുപാട് നവോത്ഥാനങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ആ രണ്ട് മതവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മതങ്ങളിലാകെ ഉണ്ടായ നവോത്ഥാന മൂല്യങ്ങളെ പൂർണ്ണമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉൾക്കൊള്ളാനാവും. അതിൻ്റെ അർത്ഥം അവിടെ 100% ആശയങ്ങൾ, അവരുടെ നിലപാടുകൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെപ്പറ്റി ഞങ്ങൾ പറയുമ്പോൾ ആ ദർശനത്തിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, യോജിപ്പുണ്ട്. അല്ലാണ്ട് AN രാധാകൃഷ്ണൻ ധരിക്കുന്ന പോലെ ഞങ്ങൾ 100% അംഗീകരിച്ചിട്ടില്ല. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ചോ അത് തന്നെയാണ്, അയ്യങ്കാളിയെ സംബന്ധിച്ചോ അത് തന്നെയാണ്. ഓരോരുത്തരെ പറ്റി പറയുമ്പോഴും ഞങ്ങൾക്ക് വിമർശനമുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്ന ഭാഗമുണ്ട്. എന്നാൽ പൊതുവായിട്ട് പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിന് ഉതകുന്ന ദാർശനിക നിലപാടുകൾ അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. അത് ഇന്നത്തെ കാലഘട്ടത്തിലും പ്രസക്തമാണ്. ആ പ്രസക്തമായ കാര്യങ്ങൾ രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഈ കാലഘട്ടത്തിൻ്റെ ചുമതല മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വർഗീയതയ്ക്കെതിരായി, അത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഉൾപ്പെടെ ഈ വർഗീയ നിലപാടുകൾക്കെതിരായി, മതധ്രുവീകരണത്തിനെതിരായി ജനങ്ങളെ അണിനിരത്താനുള്ള ബാധ്യതയാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. ആ ബാധ്യത ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ചൂട്. ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഉമേഷ് ബാബുവിന് പ്രയാസം. നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുന്നതിന് വേറെ ഒരു അടിസ്ഥാനമില്ല. ശരി, അല്ല, അക്കാര്യത്തിൽ ഉമേഷ് ബാബുവിന് ഒരു മറുപടി ഉണ്ടാകും. ശ്രീ KC ഉമേഷ് ബാബു, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടത് വിരോധം കൊണ്ട് ഇക്കാര്യത്തിൽ BJP പങ്കുവയ്ക്കുന്ന കാഴ്ചപ്പാട് പിൻപറ്റുകയാണ് താങ്കളെന്നാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ ആരോപണം. അല്ല, അത്തരം വിവരദോഷത്തിനൊന്നും ഞാനൊരു മറുപടിയും പറയില്ല. കാരണം CPM നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർക്കെതിരായിട്ട് എന്ത് വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാലും, എത്ര കൃത്യമായി ഉന്നയിച്ചു കഴിഞ്ഞാലും ആളുകളെ പേര് പറഞ്ഞ് കോളിംഗ് നെയിംസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഏറ്റവും എന്താ പറയുക, അങ്ങേ അറ്റത്തെ നിസ്സഹായതയിൽ നിന്നുണ്ടായിത്തീരുന്ന തെറിയുടെ വേറൊരു രൂപാന്തരമാണ്. അത് മാത്രമായിട്ട് എന്നെ പോലെ ആളെ സംഘപരിവാരത്തിന്റെ സഹയാത്രി എന്നൊക്കെ പറയുന്ന വിവരദോഷത്തിനൊന്നും ഞാൻ മറുപടി പറയില്ല. അത് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പറഞ്ഞ എന്തെങ്കിലും മറുപടി ഉണ്ടാവും പറയും. നവോത്ഥാനത്തിന്റെ പുതിയ രൂപം ആണോ ഇത്? നവോത്ഥാനത്തിൻ്റെതായിട്ടുള്ള എത്ര ബാധ്യതകൾ ഇപ്പൊ ഹിന്ദു സമൂഹത്തെ മാത്രം എടുത്തു കഴിഞ്ഞാലും കേരളത്തിൽ നമുക്ക് കാണാനുണ്ട്. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അതിനെതിരായിട്ട് ചെറുവിരലനക്കാൻ CPM എന്നല്ല ഒരു ശക്തിയും കേരളത്തിലില്ലാത്ത ഒരു നിസ്സഹായതയുടെ നടുവിൽ ഉണ്ടായിത്തീരുന്ന എത്രയോ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. ഈ സാമൂഹ്യ പ്രശ്നങ്ങളെ നേരിടാനുള്ള ശ്രമമായിട്ടാണ് ഇത് വരുന്നതെങ്കിൽ ഇതിനെ നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടി വരും. അങ്ങനെയല്ല, ഇത് RSSകാര് ഹിന്ദു വികാരം സമാഹരിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തി ദിവസങ്ങൾ നടത്തുന്ന ഈ ഘോഷയാത്ര വെച്ചിട്ടാണ്. അതിന് സമാന്തരമായിട്ട് ഞങ്ങളൊരു ഘോഷയാത്ര നടത്തുന്നു, അതിന്റെ ഭാഗമായിട്ട് തടമ്പ നൃത്തവും ഉള്ള സർവ്വ കെട്ടുകാഴ്ചകളും നടത്തുന്നു എന്നതിനപ്പുറത്ത് ഇതിനകത്തൊരു ഗൗരവം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ആ ആരോപണം താങ്കൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ഇത് എല്ലാ വർഷവും നടക്കുന്ന ഒരു ഘോഷയാത്രയിൽ ഒതുങ്ങുമോ? അതായത് നവോത്ഥാന ആശയങ്ങളോടുള്ള CPIMന്റെ പ്രതിപത്തി അവ വീണ്ടും പൊതുസമൂഹത്തോട് ആവർത്തിക്കേണ്ട സാഹചര്യം, അല്ലെങ്കിൽ അത് വീണ്ടും പൊതുസമൂഹത്തോട് ആവർത്തിക്കുന്ന പ്രക്രിയ ഇങ്ങനെ ഒരൊറ്റ ദിവസത്തിൽ ഒതുങ്ങുമോ? വളരെ ചുരുക്കത്തിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയവുമായി. ഇതിലൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളിത് ഇന്ന് തുടങ്ങിയതല്ല. ഉമേഷ് ബാബു പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഞങ്ങളൊക്കെ വിവരമില്ലാതെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കോൺഗ്രസിൻ്റെയും BJPയുടെയും
അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും പിന്തിരിപ്പൻ വിഭാഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെയും സഹയാത്രികരായി ഇടതുപക്ഷ വിരുദ്ധത മാത്രം മുമ്പിൽ വെച്ച് കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഉമേഷ് ബാബു എന്ന് ആർക്കാണ് അറിയാത്തത്? ഉമേഷ് ബാബുവിനെ കേൾക്കുന്ന മുഴുവൻ മനുഷ്യർ, ഇന്നിപ്പോൾ കേട്ട മുഴുവൻ മനുഷ്യർക്കും അറിയാം ഉമേഷ് ബാബു എന്ത് ദൗത്യമാണ് നിർവഹിച്ചത്, ആർക്ക് വേണ്ടിയിട്ടാണ് വാദിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷത വളരെ പ്രധാനമാണ്. മതനിരപേക്ഷത നിലനിൽക്കേണ്ടുന്ന ഒരു സമൂഹത്തിൽ മതാന്ധതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരായി തുറന്നു കാണിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന സന്ദർഭത്തിൽ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ്റെ ഘട്ടത്തിലായാലും അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലായാലും അതിനുശേഷം ഇപ്പോഴും ഇന്ത്യയിലുടനീളം നടക്കുന്ന ദളിത് വിഭാഗത്തിനെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമമായാലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമമായാലും ഈ കേരളത്തിൽ ഇപ്പോൾ ഈ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളായാലും അതിനെല്ലാം പ്രതിരോധിക്കുന്നതിന് അതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും തന്നെയാണ്. ആ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഉൾക്കരുത്തിനെ ഉൾച്ചേർത്തുകൊണ്ട് നിലവിലുള്ള വർഗീയ നിലപാടിനെ പ്രതിരോധിച്ച് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ഈ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഞങ്ങൾ ഇനിയും അഭംഗുരം തുടരും എന്നുള്ളതാണ് CPIM നിലപാട്. അതിന് വിമർശനങ്ങളും ഏറെയാണ്. വളരെ നന്ദി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ N രാധാകൃഷ്ണൻ, ശ്രീ KC ഉമേഷ് ബാബു, ശ്രീ T സിദ്ദിഖ് സംസാരിച്ചതിന്.